നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം. കൊല്ലത്ത് വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ശാന്തിയാത്ര. വോയിസ് ഓഫ് ഖുറാന്റെ രാജ്യാന്തര ഖുറാൻ വിസ്മയം കൊല്ലത്ത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ പങ്കെടുത്തു. വാറ്റും വാറ്റുപകരണങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. ഓച്ചിറ വയനകം സ്വദേശി രാജേഷ് എന്ന് വിളിക്കുന്ന ശുഭിനാണ് അറസ്റ്റിലായത്. 12.5 ലിറ്റർ ചാരായവും 120 ലിറ്റർ കോടയും പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം കൊല്ലത്ത് നടന്നു. ജില്ലാ ഭരണകൂടം, വിദ്യാഭ്യാസ വകുപ്പ്, കൊല്ലം കോർപ്പറേഷൻ, ഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം നടന്നത്. ചിന്നക്കട മുതൽ ഗാന്ധി പാർക്ക് വരെ സംഘടിപ്പിച്ച രക്തസാക്ഷിത്വ ദിന ശാന്തിയാത്ര ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചിന്നക്കട റെസ്റ്റ് ഹൗസിന് മുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശാന്തിയാത്രയിൽ വിവിധ സ്കൂൾ, കോളേജിലെ വിദ്യാർത്ഥികളും NCC കേഡറ്റ്സുകളും പങ്കെടുത്തു. തുടർന്ന് ബീച്ചിലെ ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ പ്രമുഖർ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ സമ്മേളനം മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നാനാത്വത്തിൽ ഏകത്വം എന്ന മുഖമുദ്രയുള്ള രാജ്യത്തോട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് കാട്ടിക്കൊടുത്ത വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്ന് മേയർ പറഞ്ഞു. ആ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്, ചരിത്രം രേഖപ്പെടുത്തേണ്ടത്. അവിടെ 140 കോടിയുടെ ജനങ്ങളുള്ള രാജ്യത്ത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത 100 കോടിയോളം ആൾക്കാർ, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, തൊഴിലില്ലാത്തവർ. ഈ വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണാധികാരികൾ ജനങ്ങളെ ഓരോ തെരഞ്ഞെടുപ്പും നേരിടേണ്ടത്. അല്ല, ഞങ്ങൾ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, ഞങ്ങൾ പള്ളികൾ നിർമ്മിച്ചു. ഇതൊരു ഭരണനേട്ടമായി എടുത്തു കാണിക്കുവാൻ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് നാം അനുവദിച്ചുകൂടാ എന്ന അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിവെച്ചു വന്ന ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അധ്യക്ഷനായി. ഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് പ്രസിഡന്റ് പോൾ മത്തായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചൂഷകരാകാതെയും നാം ലോകത്തോട് സമാധാനത്തിൽ വർദ്ധിക്കും. വർഗീയമില്ലാതെ മതസാഹോദര്യത്തോടുകൂടി ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കും. ഇങ്ങനെയുള്ള ഭാരതത്തിന് വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്നു. യുദ്ധമില്ലാതെ. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, സബ് കളക്ടർ മുകുന്ദ ഠാക്കൂർ, ഡെപ്യൂട്ടി കളക്ടർ GOT മനോജ്, ശിശുക്ഷേമ സമിതി സെക്രട്ടറി D ഷൈൻദേവ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PR സാബു, ഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ പ്രതിനിധികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്യൂസ് മത്സര വിജയികൾക്ക് യോഗത്തിൽ മേയർ സമ്മാനദാനം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറയിൽ തരിശുപാടത്ത് നെൽകൃഷിക്ക് തുടക്കമായി. കൊല്ലം ജില്ലാ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്തും ചവറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് ചവറ കൃഷിഭവൻ പരിധിയിൽ കതിർമണി എന്ന പേരിൽ തരിശുപാടത്ത് നെൽകൃഷി ആരംഭിച്ചത്. ചവറ മടപ്പള്ളി പ്രൊഫസർ ഗോപാലകൃഷ്ണപിള്ള ശ്രീരാഗം എന്ന കർഷകന്റെ നിലത്തിലാണ് കൃഷി. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്യുക എന്നുള്ളത് ആസ്വാദനത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആസ്വാദനത്തോടുകൂടി ചെയ്യുന്ന ഒരു കാർഷിക സംസ്കാരം നമുക്കുണ്ടായി. ആ സംസ്കാരത്തിൻ്റെ പരിണത ഫലമാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള എല്ലാ കാർഷിക വിളകളും. ഇന്ന് നമ്മുടെ നാട്ടിൽ കാർഷിക വിളകളെല്ലാം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒന്നും വന്നില്ലെങ്കിൽ, മലക്കറി വന്നില്ലെങ്കിൽ, പച്ചക്കറി വന്നില്ലെങ്കിൽ ഒരു സാമ്പാറും വെക്കാനൊക്കാത്ത മലയാളിയായി നാം മാറി. തേങ്ങയും പോലും അന്യനാട്ടിൽ നിന്ന് ആശ്രയിച്ച് ജീവിക്കുകയാണ്. അരി ആന്ധ്രയിൽ നിന്ന് വന്നില്ലെങ്കിൽ, ബംഗാളിൽ നിന്ന് വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചതാണ്. നമ്മുടെ പഴയ തലമുറയ്ക്ക് ഇത് ഉണ്ടായിരുന്നില്ല.
ആ സാഹചര്യത്തെ മാറ്റിയെടുക്കാനാണ് പഞ്ചായത്തുകൾ, ഗവൺമെൻറ്റുകൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കതിർമണി എന്ന പ്രോജക്റ്റ് ആരംഭിച്ചത് ഇത് മറികടക്കാനുള്ള ഒരു നിരന്തരമായ പരിശ്രമത്തിന്റെ പരിണതഫലമായിട്ടാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പ്രീജ ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രതീഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ, പഞ്ചായത്ത് അംഗങ്ങളായ GR ഗീത, ലതിക രാജൻ, കാർഷിക വികസന സമിതി അംഗങ്ങളായ N വിക്രമക്കുറുപ്പ്, ജയശങ്കർ, ഇബ്രാഹിംകുട്ടി, അഡ്വക്കേറ്റ് N രാജൻപിള്ള, MSN കോളേജ് വിദ്യാർത്ഥികൾ, കൃഷി അസിസ്റ്റന്റ് TS ഷിബു, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. തരിശു നെൽകൃഷിയായിട്ട് നമ്മുടെ ചവറ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 2 ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ക്രോപ്പ് എന്ന് പറഞ്ഞാൽ മനുരത്ന എന്ന ഷോർട്ട് ഡ്യൂറേഷൻ റൈസ് വെറൈറ്റിയാണ്. ഏകദേശം 100 ദിവസം ഡ്യൂറേഷനുള്ള ഒരു ക്രോപ്പാണ് മനുരത്ന. കതിർമണി എന്നാണ് ഈ പദ്ധതിയുടെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഹെക്ടറിന് 40,000 രൂപയാണ് സബ്സിഡി. ന്യൂസ് ബ്യൂറോ, ചവറ. ദേവസ്വം ബോർഡ് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. തണ്ണീർത്തട സുസ്ഥിരതയും ജൈവ വൈവിധ്യ സംരക്ഷണവും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഭൂമിത്രസേന, NCC, സസ്യശാസ്ത്ര വിഭാഗം എന്നിവ സംയുക്തമായാണ് സെമിനാർ നടത്തിയത്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഭൂമിത്രസേന ക്ലബ്ബും NCCയും സസ്യശാസ്ത്ര വകുപ്പും സംയുക്തമായാണ് തണ്ണീർത്തട സുസ്ഥിരതയും ജൈവ വൈവിധ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. നിങ്ങൾ തീരുമാനിക്കുക എത്ര സമയം നമുക്ക് ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ പറ്റും. എത്ര കുറച്ച് സമയമാണെങ്കിലും അത്രയും സമയം നമ്മൾക്ക് പൂർണ്ണമായും ഇതിനകത്തുനിന്ന് ഇൻവോൾവ് ആയി ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ട് മനസ്സിലെ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് ഇതുമായി സഹകരിക്കണം എന്ന് എൻ്റെ കൊച്ചു കുട്ടികളോട്, മക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് അവർ രണ്ടുപേരെയും രാമാനുജൻ തമ്പി സാറിനെയും വിക്രമൻ സാറിനെയും ഏറെ കാലമായി ഇവിടെ വന്നതിന് ശേഷം വളരെ അടുത്ത ബന്ധമുള്ളവരാണ്, പരിചയമുള്ളവരാണ്. ഞങ്ങൾ വളരെ കാര്യങ്ങൾ മുന്നോട്ടും ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. ഡോക്ടർ T മധു അധ്യക്ഷ പ്രസംഗം നടത്തി. വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഇന്ന് ബാബുജി സാറിനെ നമ്മൾ ക്ഷണിക്കുകയും അത് നിങ്ങളിലേക്ക് ആ ആശയങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം തണ്ണീർത്തടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവിലേക്ക്, സന്ദേശത്തിലേക്ക് പോകേണ്ടത് എന്ന് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ P ഗീതാകൃഷ്ണൻ നായർ, S ബാബുജി, അജേഷ് SR, ഡോക്ടർ രാഗി RG, ഡോക്ടർ രതികാനാഥ്, ഡോക്ടർ പ്രീത G, ധന്യ SR, റംസി ഹംസ, ഷാഹിന ഷെരീഫ്, വിന്ധ്യ VS, മീനാക്ഷി, അനഘ ബാബു, ആത്മജി M, വിന്ധ്യ VS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സാമ്പത്തിക വർഷം തീരുവാൻ 2 മാസം കൂടി ബാക്കിയുള്ളപ്പോൾ പദ്ധതി വിഹിതം നൽകാതെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുകയാണെന്ന് DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്. സാമ്പത്തിക തകർച്ച നേരിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 5000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ വിഷമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക തകർച്ച നേരിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 5000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ വിഷമിക്കുകയാണ്. നികുതിപ്പിരിവ് മാത്രമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജോലിയായി മാറിയെന്നും ഇടതുപക്ഷ നേതാക്കന്മാർ പഞ്ചായത്ത് സാരഥികളായവർക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം നൽകാത്തതിൽ പ്രതിഷേധിച്ച് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജേന്ദ്ര പ്രസാദ്. രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പോവുകയല്ല. ഇപ്പോൾ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടുത്ത ഗഡു മാർച്ച് 29-ാം തീയതി രാത്രി നൽകും. 30-ാം തീയതി ട്രഷറി വരും. 31-ാം തീയതി മാറാൻ കഴിയില്ല. അത് നിങ്ങൾ തിരിച്ചെടുക്കാനാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏത് പൗരനും മനസ്സിലാവുന്നതാണ്. അത് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണോ? അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം എന്തുകൊണ്ടും നൽകുന്നില്ല. കുറേ നിയമങ്ങൾ, ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുവാൻ നിങ്ങൾ ഏർപ്പെടുത്തുന്ന കാലാകാലങ്ങളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ, എന്തിനു വേണ്ടി? പണമില്ലാത്ത. ജില്ലാ പ്രസിഡന്റ് സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. സൂരജ് രവി, P ജെർമിയാസ്, D ഗീതാകൃഷ്ണൻ, S വിപിനചന്ദ്രൻ, N ഉണ്ണികൃഷ്ണൻ, ജോർജ് D കാട്ടിൽ, യൂസഫ് കുഞ്ഞ്, M അൻസർ, സന്തോഷ് തുപ്പാശ്ശേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വോയിസ് ഓഫ് ഖുറാന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഖുറാൻ വിസ്മയം കൊല്ലത്ത് നടന്നു. പീരങ്കി മൈതാനത്താണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമെത്തിയ ഖുറാൻ പണ്ഡിതരായ കാരിയങ്ങൾ ഖുറാൻ വിസ്മയം നടത്തിയത്. സ്വരമാധുര്യത്തിന്റെ അലയടികൾ കൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത സദസ്സ് ശ്രദ്ധേയമായി.
فمن كان منكم مريضا أو به أذى من رأسه ففدية. സ്വരമാധുര്യത്തിന്റെ അലയടികൾ കൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത സദസ്സ് ശ്രദ്ധേയമായിരുന്നു. വോയിസ് ഓഫ് ഖുർആൻ ചെയർമാൻ ആസാദ് റഹീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KP അബൂബക്കർ ഹസ്രത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വോയിസ് ഓഫ് ഖുർആൻ ജനറൽ കൺവീനർ പൂജ ഷിഹാബ് സ്വാഗതം പറഞ്ഞു. തൊയ്യീബ് മൗലവി ഖിറാഅത്ത് നടത്തി. കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, NK പ്രേമചന്ദ്രൻ MP, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, മൂവാറ്റുപുഴ അഷറഫ് മൗലവി, അഡ്വക്കേറ്റ് AK സവാദ് എന്നിവർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അബ്ദുൽ ജവാദ് മന്നാനി സമാപന പ്രഭാഷണം നടത്തി. ഡോക്ടർ മുഹമ്മദ് യൂസുഫ് നദ്വി, അഫ്സൽ ഖാസിമി, അമീനുദ്ദീൻ ബാക്കവി, ഡോക്ടർ സാദിഖ് മൗലവി, കാരാളി സുലൈമാൻ ദാരിമി, ഇർഷാദ് മന്നാനി ഹിക്കമി, അബ്ദുൽ നയീഫ് മൗലവി എന്നിവർ ഖുർആൻ സന്ദേശ പ്രഭാഷണം നടത്തി. ജില്ലയിലെ വിവിധ മസ്ജിദുകളിലെ ഇമാമിയങ്ങളും അധ്യാപകരും പങ്കെടുത്തു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹബീബ് കൊല്ലം, മുഹമ്മദ് അൻഹർ നടുവിലക്കര, അംജദ് ജോനകപ്പുറം, സൈഫുദ്ദീൻ, നസീർ, അബ്ദുൾ സത്താർ, CI സാദിഖ്, MMK ഷറഫുദ്ദീൻ, JK ഹാഷിം, നുജുമുദ്ദീൻ, നസീർ സ്റ്റാർ, നജീബ് കണ്ടോൺമെന്റ്, ഹാമിദ് ഹസ്രത്ത് എന്നിവർ പങ്കെടുത്തു. തന്നിഷ്ടപ്രകാരം ഇദ്ദേഹം ഖുർആൻ ഓതുകയാണ് എന്ന് ഹബീബായ റസൂലിനോട് പറഞ്ഞു. ഹബീബായ റസൂൽ അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖുർആൻ കേട്ടു. അതിനെ രണ്ടിനെയും ഹബീബായ റസൂൽ ശരിവെക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഗ്രാമീണ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഉച്ചാരണ വ്യത്യാസത്തെ അംഗീകരിച്ചുകൊണ്ട് ഓരോ നാടുകളിലും വിഭിന്നമായ പാരായണ രീതികളാണ് നിലനിൽക്കുന്നത് എന്ന് പഠിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. വോയിസ് ഓഫ് ഖുർആൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കൊല്ലം തേനി ദേശീയപാതയിൽ ശൂരനാട് കളരിവാതുക്കൽ ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. കാറുകളും പെട്ടി ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 2 പേർക്ക് പരിക്കേറ്റത്. ചൂർനാട് വടക്ക് കളരിവാതുക്കൽ ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയായിരുന്നു അപകടം. ചക്കുവള്ളി ഭാഗത്തേക്ക് പോയ കാർ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാർ പെട്ടി ഓട്ടോറിക്ഷയിലും ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പെട്ടിയോട്ടോ മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീ ഉൾപ്പെടെയുള്ളവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഫ്രണ്ട്സ് സാംസ്കാരിക വേദി, നെഹ്റു യുവകേന്ദ്ര, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് ക്ലാസ് നടത്തിയത്. ഫ്രണ്ട്സ് സാംസ്കാരിക വേദിയുടെയും യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയം, നെഹ്റു യുവകേന്ദ്രയുടെയും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി വിവിധ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. യുവജ്വാല ക്യാമ്പയിൻ 2024 എന്ന പേരിലാണ് ക്ലാസ് നടത്തിയത്. ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ അശ്വന്ത് S. സുന്ദരം ക്ലാസ് നയിച്ചു. വ്യക്തിത്വ വികസന സെഷന് സോഷ്യൽ സയൻസ് ഫോറം സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ റെജി വർഗീസ് നേതൃത്വം നൽകി. മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസിന് ഡോക്ടർ നിഖിൽ സന്തോഷ് നേതൃത്വം നൽകി. ക്ലബ്ബ് രക്ഷാധികാരി K. കൃഷ്ണകുമാർ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. കലേഷ് KS അധ്യക്ഷത വഹിച്ചു. രാഹുൽ രാജ്, അനൂസി തങ്ങമം തുടങ്ങിയവർ പങ്കെടുത്തു. സോഷ്യൽ സയൻസിന്റെ ചോദ്യ നിർമ്മാണ പ്രക്രിയയിലും വിഭവ തയ്യാറാക്കുന്ന പ്രിപ്പറേഷനുകളിലും എല്ലാം പങ്കെടുക്കുന്ന ഒരു മുതിർന്ന അധ്യാപകനായ റജി വർഗീസ് സാറാണ്. സാറ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ക്ലാസുകൾ വളരെയേറെ ക്ലാസുകൾ കൈകാര്യം ചെയ്ത് വളരെ പഴക്കവും പഴക്കവും ചെന്ന ഒരാളാണ്. പോസ്റ്റുണ്ട്, കേരള പോലീസിനുണ്ട്. അതിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓരോ ശിക്ഷകൾ എടുത്ത് കാണിച്ച് കുട്ടികളെ കാണിച്ചു കൊടുക്കണം. ഇത്തരത്തിലുള്ള ഡ്രഗിന്റെ മദ്യത്തിന്റെ കേസിൽ വലുതായിട്ടൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല. ശിക്ഷിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഡ്രഗിന്റെ കേസിൽ 1% താഴെയാണ് വെറുതെ വിടുന്നത്. ബാക്കി 99% പുറത്തും ശിക്ഷിക്കും. ആൺകുട്ടികൾ മാത്രമാണെന്ന് ആരും വിചാരിക്കേണ്ട, അങ്ങനെ എനിക്കൊരു ചിന്തയില്ല. കരുനാപ്പള്ളിയിൽ 6 മാസം മുന്നേ ഒരു കേസ് പിടിച്ചു. 27 ഗ്രാം MDMA ഉണ്ടായിരുന്നു. 4 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. 2-3 പ്രതികൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം, കോഴിക്കോട് ജില്ലയിലുള്ള 22-24 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള 3 ആൺകുട്ടികളായിരുന്നു, യുവാക്കളായിരുന്നു, വിദ്യാർത്ഥികളായിരുന്നു. അതിൽ 1-ാം പ്രതി എന്ന് പറയുന്നത് കരുനാപ്പള്ളി തഴവ സ്വദേശിയായ 21 വയസ്സ് മാത്രം പ്രായമുള്ള എഞ്ചിനീയറിംഗിന് 4-ാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. 27 ഗ്രാം ഉണ്ട്. ആ പെൺകുട്ടിയുടെ 20 കൊല്ലം ജീവിതത്തിൽ നിന്ന് പോയി.
ഷാപ്പിലൊക്കെ പോയി ഇച്ചിരി കള്ളൊക്കെ അടിച്ച് അല്ലെങ്കിൽ അന്ന് ഇച്ചിരി പട്ടയൊക്കെ അടിച്ച് എവിടെങ്കിലും ഇരിക്കുന്നുള്ളതായിരുന്നു. ഇന്ന് സ്ഥിതി അതല്ല, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇന്ന് സ്ഥിതി ഈ ലഹരി എന്നുള്ളത് വലിയൊരു തലത്തിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ചൊക്കെ സാറ് പറഞ്ഞാണ്, ഞാൻ കേട്ടില്ല. അപ്പൊ അതൊരു സാമൂഹ്യ വിപത്താണ്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. കൃഷ്ണപുരം ഗവൺമെന്റ് UPSൽ ശാസ്ത്ര അഭിരുചി പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു. ക്യൂരിയസ് മൈൻഡ് എന്ന പേരിലാണ് പ്രദർശനം നടത്തിയത്. വൈവിധ്യങ്ങളായ ഒട്ടനവധി പ്രദർശനങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കിയിരുന്നു. കൃഷ്ണപുരം ഗവൺമെന്റ് UPSൽ ക്യൂരിയസ് മൈൻഡ് എന്ന പേരിലാണ് ശാസ്ത്ര അഭിരുചി പ്രദർശന പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളിലെ ശാസ്ത്രജ്ഞരെ കണ്ടെത്തുക എന്നതാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത്. വൈവിധ്യങ്ങളായ ഒട്ടനവധി പ്രദർശനങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കിയിരുന്നു. ശാസ്ത്രാധ്യാപിക മുനുഷ പരിപാടിക്ക് നേതൃത്വം നൽകി. കായംകുളം മുനിസിപ്പൽ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ ഹേമന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ AK സജു, BRC സയൻസ് ട്രെയിനർ ബിന്ദു രഞ്ജിത്ത്, സ്കൂൾ പ്രഥമാധ്യാപിക R അനിത, സീനിയർ അധ്യാപിക അനിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വാറ്റുപകരണങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. ഓച്ചിറ വയനകം സ്വദേശി രാജേഷ് എന്ന് വിളിക്കുന്ന ഷുബിനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 12.5 ലിറ്റർ ചാരായവും 120 ലിറ്റർ കോടയും പിടികൂടി. ഏറെ നാളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ചാരായവും വാറ്റുപകരണങ്ങളുമായാണ് ഓച്ചിറ വയനകം സ്വദേശി അറസ്റ്റിലായത്. ഓച്ചിറ മടത്തിൽക്കാരാൺമ ഗവൺമെന്റ് LP സ്കൂളിന് പടിഞ്ഞാറ് വശം സായി മഠത്തിൽ രാജേഷ് എന്ന് വിളിക്കുന്ന 48-കാരനായ ഷുബിനാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീടിനോട് ചേർന്ന ബാത്റൂമിൽ വെച്ച് വാറ്റിയ 12.5 ലിറ്റർ ചാരായം, 120 ലിറ്റർ കോട, 30 ലിറ്റർ സ്പെൻഡ് വാഷ്, വാറ്റുപകരണങ്ങൾ എന്നിവ എക്സൈസ് പിടിച്ചെടുത്തു. കൊല്ലം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ദിവസങ്ങളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓച്ചിറ വയനാട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു വീട്ടിൽ നിന്നും 12 ലിറ്റർ 500 ml ചാരായവും 120 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും മറ്റും കണ്ടെടുക്കുകയുണ്ടായി. ഈ പ്രതി ഷുബിൻ എന്ന് വിളിക്കുന്ന രാജേഷ് എറണാകുളപ്പള്ളി താലൂക്കിൽ ഓച്ചിറ വില്ലേജിൽ മടത്തിക്കാടായ്മ മുറിയിൽ സായി മഠം വീട്ടിൽ ഷുബിൻ എന്ന് വിളിക്കുന്ന 48 വയസ്സുള്ള രാജേഷിനെയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇയാള് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നിരന്തരം ചാരായം വാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലിറ്റർ ചാരായത്തിന് 600 രൂപ വെച്ചാണ് ഇയാൾ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യും. അപ്പം വീട്ടിൽ നിന്നാണ് ഇത്രയും സംഗതികൾ കണ്ടെടുത്തത്. വീട്ടിലെ ബാത്റൂമിൽ നിന്നാണ് കേസ് കണ്ടെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PL വിജിലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PA അജയകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ SR ഷെരിൻരാജ്, B സന്തോഷ്, CEOമാരായ V പ്രദീപ് കുമാർ, S ജയലക്ഷ്മി, അൻസാർ B, ഡ്രൈവർ മനാഫ് എന്നിവരാണ് പരിശോധനയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊറ്റങ്കര MVG LP സ്കൂളിൽ BRCയുടെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം T അർജുനൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. കരാട്ടെ ഇൻസ്ട്രക്ടർ സുജിത അജി കുട്ടികൾക്ക് പരിശീലനം നൽകി. PTA പ്രസിഡന്റ് N സുഭാഷ് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ പ്രഥമാധ്യാപിക P രാജി സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി വിജി പാപ്പച്ചൻ നന്ദി പറഞ്ഞു. സീനിയർ ടീച്ചർ V സജി, SRG കൺവീനർ സ്മിത S എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ശൂരനാട് വടക്ക് വീട്ടിനാൽ ദേവി ക്ഷേത്രത്തിൽ 9ാം ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളത്ത് നടന്നു. താലപ്പൊലി എതിരേൽപ്പും ഉത്സവത്തിന്റെ ഭാഗമായി നടത്തി. ശൂരനാട് വടക്ക് വീട്ടിനാൽ ദേവി ക്ഷേത്രത്തിൽ 9ാം ഉത്സവം നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ആന എഴുന്നള്ളത്ത് സംഘടിപ്പിച്ചു. മറ്റത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഇണ്ടിളയപ്പൻ നടവഴി വീട്ടിനാൽ ദേവി ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളത്ത് എത്തിച്ചേർന്നു. 9 ഗജവീരന്മാരാണ് എഴുന്നള്ളത്തിൽ പങ്കെടുത്തത്. തുടർന്ന് താലപ്പൊലി എതിരേൽപ്പ് നടന്നു. പ്രണവം ആർട്സ് ആനക്കോട്ടൂർ അവതരിപ്പിക്കുന്ന ശിങ്കാരിമേളം, കെട്ടുകാഴ്ചകൾ, ഫ്ലോട്ടുകൾ, താലപ്പൊലി ഘോഷയാത്ര എന്നിവയോടെ മറ്റത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഇണ്ടിളയപ്പൻ നടവഴി വീട്ടിനാൽ ദേവി ക്ഷേത്രത്തിൽ താലപ്പൊലി എതിരേൽപ്പും എത്തിച്ചേർന്നു.
ന്യൂസ് ബ്യൂറോ, ശൂരനാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം. കൊല്ലത്ത് വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ശാന്തിയാത്ര. വോയിസ് ഓഫ് ഖുറാന്റെ രാജ്യാന്തര ഖുറാൻ വിസ്മയം കൊല്ലത്ത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ പങ്കെടുത്തു. വാറ്റും വാറ്റുപകരണങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. ഓച്ചിറ വയനകം സ്വദേശി രാജേഷ് എന്ന് വിളിക്കുന്ന ശുഭിനാണ് അറസ്റ്റിലായത്. 12.5 ലിറ്റർ ചാരായവും 120 ലിറ്റർ കോടയും പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. കമ്പനിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ജില്ലാ ചാനലിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജി ചിഞ്ചുറാണിയും ജനുവരി 30 വൈകിട്ട് 3 മണിക്ക് കുണ്ടറ പവിത്രം കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ രംഗത്തെ ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കും. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ എല്ലാ കേരള വിഷൻ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.